when we are using Miller's theorem in high frequency analysis of common emitter amplifier, it will be useful for the analysis purpose. Okay, so ഇവിടെ ഈ ഒരു കേസിൽ എന്താണ് നമ്മൾ ആ ഇംപിഡൻസ് ഇവിടെ ഒരു കപ്പാസിറ്റർ ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, സോ നമ്മുടെ ഹൈ ഫ്രീക്വൻസി മോഡലിൽ ഒരു കപ്പാസിറ്റർ ആണുള്ളത് ഫീഡ്ബാക്ക് എലമെന്റ് ആയിട്ട്. സോ ആ കപ്പാസിറ്ററിനെ നമുക്കൊരു ഇൻപുട്ട് കപ്പാസിറ്ററും ഔട്ട്പുട്ട് കപ്പാസിറ്ററും ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. സോ വി വിൽ ബി ഗെറ്റിംഗ് എക്സ്പ്രഷൻ ഫോർ ഇൻപുട്ട് കപ്പാസിറ്റൻസ് ആസ് CF into 1 minus A. ഈ CF എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക് കപ്പാസിറ്റൻസ് ആണ്, whereas A is the gain of that amplifier. Okay, similarly output capacitance C0 is equal to CF into A minus 1 divided by A. ഈ എക്സ്പ്രഷൻ എങ്ങനെയാണ് കിട്ടിയതെന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓക്കെ, നൗ വി വിൽ ബി ഗോയിങ് ടു ഹൈ ഫ്രീക്വൻസി അനാലിസിസ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ ഹൈ ഫ്രീക്വൻസി മോഡൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അതിൻ്റെ ഡിഫറെൻറ്റ് കോമ്പണൻസ് അതും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, സോ ദിസ് ഈസ് അവർ ഹൈ ഫ്രീക്വൻസി മോഡൽ. ഓക്കെ, സോ ഇതാണ് ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയർ വിത്ത് കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ്. ഓക്കെ, സോ ഈ ഒരു സർക്യൂട്ട്, ഈ ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് നമുക്ക് ഹൈ ഫ്രീക്വൻസി മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, സോ നമ്മൾ മുന്നേ കണ്ട മീൻസ് ലോ ഫ്രീക്വൻസി അനാലിസിസിൽ കണ്ട സെയിം പ്രിൻസിപ്പിൾ തന്നെ ഇവിടെ അപ്ലൈ ചെയ്യും. അതായത് ഷോർട്ട് സർക്യൂട്ട് ഓൾ ദ ബൈപ്പാസ് ആൻഡ് കപ്ലിംഗ് കപ്പാസിറ്റർ. bypass and coupling capacitor will be short circuiting and remove all external power supply. അതായത് external power supply DC വോൾട്ടേജ് ഒക്കെ നമ്മൾ ഗ്രൗണ്ട് ആയിട്ട് റീപ്ലേസ് ചെയ്യും. സോ ഇവിടെ എന്താ നമുക്കൊരു external power supply VCC ഉണ്ട്, അതെന്താവും ഗ്രൗണ്ട് ആയിട്ട് മാറും. അതുപോലെ ഇവിടെ ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ ഉണ്ട്, അത് ഷോർട്ട് സർക്യൂട്ട് ആവും. ഇവിടെ ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ ഉണ്ട്, അതും ഷോർട്ട് സർക്യൂട്ട് ആവും. അതുപോലെ ഇവിടെ ഒരു ബൈപ്പാസ് കപ്പാസിറ്റർ ഉണ്ട്, അതിനെ ഷോർട്ട് സർക്യൂട്ട് ആവും. സോ ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ആകുന്നതോടുകൂടി ഈ REയുടെ എഫക്റ്റ് ഇവിടെ ഇല്ലാതെയാവും. REയുടെ എഫക്റ്റ് ഇവിടെ ഇല്ലാതാവും. കാരണം എന്താ, എല്ലാം ഈ ഷോർട്ട് സർക്യൂട്ടിലൂടെ ബൈപ്പാസ് ചെയ്ത് പോകും. സോ ഇവിടെ അൾട്ടിമേറ്റ്ലി ഈ REയുടെ എഫക്റ്റ് ഇല്ലാതാവും. വേറെസ് ഇവിടെ ഇൻപുട്ടിൽ ഒരു C1 കപ്പാസിറ്റർ ഉണ്ട്, കപ്ലിംഗ് കപ്പാസിറ്റർ. ഇറ്റ് വിൽ ബി ഷോർട്ട് സർക്യൂട്ട് ബൈപ്പാസ് ആൻഡ് കപ്ലിംഗ് കപ്പാസിറ്റർ. സോ ഇവിടെ C2 എന്ന് പറയുന്ന കപ്ലിംഗ് കപ്പാസിറ്റർ ഷോർട്ട് സർക്യൂട്ട് ആവും. അതുപോലെ എന്താ, എക്സ്റ്റേണൽ DC വോൾട്ടേജിന് എന്താക്കി മാറ്റാനാണ് പറയുന്നത്, ഗ്രൗണ്ട് ആക്കി മാറ്റാനാണ് പറയുന്നത്. അപ്പോൾ VCCനെ നമ്മളിവിടെ ഗ്രൗണ്ട് ആക്കി മാറ്റി. ഓക്കെ, ഇനി ഇത് നമ്മൾ ഹൈ ഫ്രീക്വൻസി മോഡലിലേക്ക് എങ്ങനെ കൊണ്ടുവരും നോക്കാം. ഓക്കെ, സോ ഓൾറെഡി ഹൈ ഫ്രീക്വൻസി മോഡൽ നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു അല്ലേ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു ഓൾറെഡി ഈ RB എന്ന് പറയുന്നത് ഒരു സ്മോൾ റെസിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു അല്ലേ. RB ഇസ് ദ ബേസ് ടെർമിനൽ റെസിസ്റ്റൻസ്, സ്മോൾ വാല്യൂ. അപ്പോൾ സ്മോൾ വാല്യൂ ആയതുകൊണ്ട് തന്നെ എന്താ, ഇവിടെ നമുക്കൊരു ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് RBയെ പറയാം. സിമിലർലി നമ്മൾ പറഞ്ഞു RMU എന്ന് പറയുന്നത് എന്താ, റിവേഴ്സ് റെസിസ്റ്റൻസ് ആണ്. അതായത് കലക്ടർ ബേസ് റിവേഴ്സ് റെസിസ്റ്റൻസ് ആണ് ഈ RMU എന്ന് പറയുന്നത്. ആൻഡ് ദ വാല്യൂ വിൽ ബി വെരി ഹൈ. RMUയുടെ വാല്യൂ വെരി ഹൈ ആണ്. സോ വെരി ഹൈ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ എന്താ, ഒരു ഓപ്പൺ സർക്യൂട്ടായിട്ട് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഈ RMU എന്ന് പറയുന്നതിൻ്റെ ഓപ്പൺ സർക്യൂട്ടായിട്ട് റീപ്ലേസ് ചെയ്യുന്നു. ഈ RB എന്ന് പറയുന്ന സ്മോൾ റെസിസ്റ്റൻസിനെ ഷോർട്ട് സർക്യൂട്ടായിട്ട് റീപ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ഫൈൻ. സോ നമ്മുടെ ആ സർക്യൂട്ടിൽ നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ എങ്ങനെയാണ്, ഇവിടെ ഒരു RΠ വരുന്നു, CΠ വരുന്നു, ദെൻ ഒരു CMU വരുന്നു, GM into VB വരുന്നു, R0 വരുന്നു. അതുപോലെ തന്നെ നമ്മളിവിടെ വരച്ചു RΠ, CΠ, CMU, GM, VΠ, ദെൻ R0. ഇത്രയും ഭാഗം നമ്മുടെ ഹൈ ഫ്രീക്വൻസി മോഡലിലുള്ള അതേപോലെ തന്നെ നമ്മൾ വരച്ചു. ഓക്കെ, ദെൻ ഇനി ഇതാണല്ലോ നമ്മുടെ സർക്യൂട്ടിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന എന്താ, ഒരു വോൾട്ടേജ് സോഴ്സ് VS, ദെൻ RS, റെസിസ്റ്റൻസ് RS. ഓക്കെ, സോ VS ദെൻ RS. ഓക്കെ, പിന്നെന്താ വരുന്നത്, ഒരു R1 R2 വോൾട്ടേജ് ഡിവൈഡർ റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, സോ ആ വോൾട്ടേജ് ഡിവൈഡർ റെസിസ്റ്റൻസ് R1 R2 ആ വോൾട്ടേജ് ഡിവൈഡർ റെസിസ്റ്റൻസിനെ RB ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിനെ RB ആയിട്ട് ഇവിടെ നമ്മൾ വരച്ചു. R1 R2 പാരലൽ റെസിസ്റ്റൻസ് ആണ്, അതിനെ RB ആയിട്ട് ഇവിടെ വരച്ചു. ഓക്കെ, ദെൻ നമ്മുടെ RΠ വരുന്നു, CΠ, ഇതൊക്കെ ഇൻപുട്ട് സൈഡ് RΠ, CΠ, ദെൻ CMU, ബേസും കലക്ടറും തമ്മിൽ കണക്ട് ചെയ്യുന്ന CMU. ഓക്കെ, ഈ RMU എന്താ,
ഹൈ റെസിസ്റ്റൻസ് ആയതുകൊണ്ട് ഇതിനെ നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് എടുത്തു. ഓക്കെ, ദെൻ GM ഇൻറ്റു വി പൈ, ദെൻ R0. ഓക്കെ, ദെൻ ഔട്ട്പുട്ട് സൈഡിൽ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ എന്താ ഒരു RL വരുന്നുണ്ട്. ഈ CE ഷോർട്ട് സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ ഈ ഒരു REയുടെ എഫക്റ്റ് വരുന്നില്ല. ഔട്ട്പുട്ട് സൈഡിൽ നമുക്കൊരു RL എന്ന് പറയുന്ന റെസിസ്റ്റൻസ് വരുന്നുണ്ട്. ദെൻ RC എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് വരുന്നുണ്ട് അല്ലേ. ഇതും ഗ്രൗണ്ടാണ്, ഇതും ഗ്രൗണ്ടാണ്. സോ RLഉം RCയും പാരലൽ ആയിരിക്കും ഔട്ട്പുട്ട് സൈഡ്. സോ അത് കഴിഞ്ഞിട്ട് ഒരു RCയും RLഉം പാരലൽ. ദിസ് ഈസ് അവർ ഔട്ട്പുട്ട് വോൾട്ടേജ്. സോ എന്താ നമ്മൾ ഒരു മീൻസ് എന്താ കോമൺ എമിറ്റർ ആംപ്ലിഫയറിന്റെ ഒരു ഹൈ ഫ്രീക്വൻസി മോഡലായിട്ട് ഇതിനെ വരച്ചു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇവിടെ ഈ CMU എന്ന് പറയുന്ന കപ്പാസിറ്റൻസ് എന്താ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് ഉള്ളത് അല്ലേ. സോ ഇവിടെ എന്താ അനാലിസിസ് കോംപ്ലക്സ് ആവും. സോ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ മില്ലേഴ്സ് തിയറം അപ്ലൈ ചെയ്യും. അതായത് ഈ CMUവിനെ ഒരു ഇൻപുട്ട് സൈഡിൽ ഒരു കപ്പാസിറ്ററും ഔട്ട്പുട്ട് സൈഡിൽ ഒരു കപ്പാസിറ്ററും ആയിട്ട് റീപ്ലേസ് ചെയ്ത് നമ്മൾ മാറ്റും. ഓക്കെ, സോ അതെങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഇതുവരെ ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഹൈ ഫ്രീക്വൻസി മോഡൽ വരച്ചു, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോമൺ എമിറ്റർ ആംപ്ലിഫയറിന്റെ ബാക്കിയുള്ള സർക്യൂട്ട് എലമെന്റ്സും കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തു. അങ്ങനെ നമ്മൾ ഹൈ ഫ്രീക്വൻസി മോഡൽ വരച്ചു. ഇനി ഇതിൽ നമ്മൾ മില്ലേഴ്സ് തിയറം അപ്ലൈ ചെയ്യാണ്. അതായത് ഈ CMU എന്ന് പറയുന്ന ഫീഡ്ബാക്ക് കപ്പാസിറ്റൻസ് നമ്മളൊരു ഇൻപുട്ട് കപ്പാസിറ്റൻസും ഔട്ട്പുട്ട് കപ്പാസിറ്റൻസും ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ ദ ഫീഡ്ബാക്ക് കപ്പാസിറ്റർ CMU ക്യാൻ ബി സ്പ്ലിറ്റ് ബൈ യൂസിങ് മില്ലേഴ്സ് തിയറം. മില്ലേഴ്സ് തിയറം ഉപയോഗിച്ചിട്ട് ഈ CMUവിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ ബൈ മില്ലേഴ്സ് തിയറം നമ്മൾ നേരത്തെ കണ്ടു. മില്ലേഴ്സ് തിയറം എന്താണ് പറയുന്നത്? ഒരു ഇൻപുട്ട് മീൻസ് എന്താ, ഒരു ഫീഡ്ബാക്ക് ഇമ്പിഡൻസിനെ നമ്മൾ ഒരു ഇൻപുട്ട് ഇമ്പിഡൻസും ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, വേറസ് ഇൻപുട്ട് ഇമ്പിഡൻസ് ZI വിൽ ബി ഈക്വൽ ടു ZF ഡിവൈഡഡ് ബൈ 1 മൈനസ് A. ZF എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് ഇമ്പിഡൻസ് ആണ്, A എന്ന് പറയുന്നത് അവിടെയുള്ള ഗെയിൻ ആണ്. സിമിലർലി Z0 ഔട്ട്പുട്ട് ഇമ്പിഡൻസ് വിൽ ബി ഈക്വൽ ടു ZF ഇൻറ്റു A ഡിവൈഡഡ് ബൈ A മൈനസ് 1. ZF എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക് ഇമ്പിഡൻസ് ആണ്, A എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഗെയിൻ ആണ്. സോ ഇതിന്റെ പ്രൂഫ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ്. സോ ഇത് പ്രകാരം നമ്മുടെ ഹൈ ഫ്രീക്വൻസി ഹൈബ്രിഡ് പൈ മോഡലിനെ റീപ്ലേസ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ ഒരു ഫീഡ്ബാക്ക് കപ്പാസിറ്റൻസ് CF ഉണ്ട്. ഓക്കെ, CF ഇവിടെ നമ്മൾ എന്താ അതിന് പറയാ CMU ആണ് അല്ലെ. CMU ആണ് ഇവിടെ ഉള്ളത്. സോ അതിനെ അപ്ലൈ മില്ലേഴ്സ് തിയറം അറ്റ് ഇൻപുട്ട് സൈഡിൽ നമ്മൾ മില്ലേഴ്സ് തിയറം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, ഓൾറെഡി നമ്മൾ എക്സ്പ്രഷൻ പഠിച്ചു കഴിഞ്ഞു. C1 വിൽ ബി ഈക്വൽ ടു CF. ഇവിടെ CF എന്ന് പറയുന്നത് CMU ആണ് അല്ലേ. CF എന്ന് പറയുന്നത് ഇവിടെ CMU അല്ലേ, CMU ആണ്. ഓക്കെ, സോ അപ്ലൈ മില്ലേഴ്സ് തിയറം അറ്റ് ഇൻപുട്ട് സൈഡ്. C1 വിൽ ബി ഈക്വൽ ടു CMU ഇൻറ്റു 1 മൈനസ് AV. അതായത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്, ഇൻപുട്ട് ഇമ്പിഡൻസ് CI വിൽ ബി ഈക്വൽ ടു CF ഇൻറ്റു 1 മൈനസ് A ആണ്. ഓക്കെ, സിമിലർലി C1 വിൽ ബി ഈക്വൽ ടു CMU ഇൻറ്റു 1 മൈനസ് അവിടെയുള്ള ഗെയിൻ AV, വോൾട്ടേജ് ഗെയിൻ AV. ഓക്കെ, അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. ഫൈൻ. സോ ബൈ അപ്ലൈ മില്ലേഴ്സ് തിയറം അറ്റ് ഇൻപുട്ട് സൈഡ്, C1 ഈക്വൽ ടു CMU ഇൻറ്റു 1 മൈനസ് AV ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ AV എന്താന്നുള്ളത് കാണാം. AV എന്ന് പറഞ്ഞാൽ എന്താ? വോൾട്ടേജ് ഗെയിൻ ആണ്. വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ആണ്. ഇത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഇപ്പം ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ആണ് വോൾട്ടേജ് ഗെയിൻ അല്ലേ. സോ AV വിൽ ബി ഈക്വൽ ടു V out ഡിവൈഡഡ് ബൈ V in, ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. ഓക്കെ, ഇനി വൺ മോർ തിങ്, ഇവിടെ Vn എന്ന് പറയുന്നത് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദിസ് V പൈ. Vn എന്ന് പറയുന്നത് ഇവിടെയുള്ള വോൾട്ടേജും ഇവിടെയുള്ള വോൾട്ടേജും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണ്. Vin അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദിസ് V പൈ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെങ്ങനെ എഴുതാൻ പറ്റും? V out ബൈ V പൈ. AV വിൽ ബി ഈക്വൽ ടു V out ബൈ V പൈ എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഓൾസോ V out എന്ന് പറയുന്നത്, ഇവിടെയുള്ള V out എന്ന് പറയുന്നത് എന്താണ്? ഇവിടെയുള്ള കറണ്ട് ഇൻറ്റു ഇവിടെയുള്ള ഇമ്പിഡൻസ് ആണ് അല്ലേ. ഇവിടെയുള്ള കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? GM V പൈ. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് കറണ്ടിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്, അതായത് മൈനസ് പ്ലസ് എന്നുള്ള ഡയറക്ഷനിലാണ് പോകുന്നത്. സോ മൈനസ് GM ഇൻറ്റു V പൈ, അതാണ് അവിടെയുള്ള കറണ്ട്, ഇൻറ്റു അവിടെയുള്ള ഇമ്പിഡൻസ് അല്ലെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്?
R0 പാരലൽ RC പാരലൽ RL അല്ലേ? ഇവിടെയുള്ള റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R0 പാരലൽ RC പാരലൽ RL ആണ്. ഓക്കെ, സോ Vout will be equal to minus GM into V pi into R0 പാരലൽ RC പാരലൽ RL ആണ്. ഓക്കെ, സോ Vout നമുക്ക് ഇവിടെ കിട്ടി. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് Vout by V pi will be equal to minus GM into V pi into R0 parallel RC parallel RL divided by V pi. Okay, divided by V pi. So V pi cancel ആയി. We will be getting AV voltage gain will be equal to minus GM into R0 parallel RC parallel RL എന്ന് കിട്ടി. നമുക്കറിയാം C1 equal to C mu into 1 minus AV ആണ്. അപ്പോൾ AV ഓൾറെഡി നമുക്കിവിടെ കിട്ടി. സോ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? C1 will be equal to C mu into 1. ഇവിടെ മൈനസ് ആണ്, ഇവിടെയും മൈനസ് ആണ്. സോ അത് രണ്ടും കൂടി പ്ലസ് ആവും. 1 പ്ലസ് GM into R0 പാരലൽ RC പാരലൽ RL എന്ന് കിട്ടും അല്ലേ? അപ്പോൾ C1 will be equal to C mu into 1 പ്ലസ് മൈനസും മൈനസും പ്ലസ് ആവുന്നു ഇൻറ്റു 1 പ്ലസ് GM into R0 പാരലൽ RC പാരലൽ RL എന്ന് നമുക്ക് കിട്ടുന്നു. സോ C1 ഇൻപുട്ട് കപ്പാസിറ്റൻസ് C1 നമ്മൾ മില്ലേഴ്സ് തിയറം ഉപയോഗിച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്തപ്പോൾ we will be getting C1 equal to C mu into 1 plus GM into R0 parallel RC parallel RL എന്ന് നമുക്ക് കിട്ടി. സോ നമുക്ക് ഇൻപുട്ട് കപ്പാസിറ്റൻസ് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ സിമിലർലി ഔട്ട്പുട്ട് സൈഡിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്ലൈ മില്ലേഴ്സ് തിയറം അറ്റ് ഔട്ട്പുട്ട് സൈഡ് നമുക്ക് ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട്. ഔട്ട്പുട്ട് സൈഡിലെ കപ്പാസിറ്റൻസ് C0 will be equal to ഇവിടെയുള്ള ഫീഡ്ബാക്ക് കപ്പാസിറ്റൻസ് CF into A-1 ഡിവൈഡഡ് ബൈ A. സോ അത് നമുക്ക് എങ്ങനെ എഴുതാം? C2 will be equal to CF-ന് പകരം C mu into AV-1 ഡിവൈഡഡ് ബൈ AV. വോൾട്ടേജ് ഗെയിൻ -1 ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ഗെയിൻ. ഓക്കെ, ഇങ്ങനെ എഴുതാൻ പറ്റുമല്ലോ. ഓൾറെഡി നമ്മൾ വോൾട്ടേജ് ഗെയിൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. മൈനസ് GM into R0 പാരലൽ RC പാരലൽ RL. ഓക്കെ, അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ എന്താ ആകെ വ്യത്യാസം വരുന്നത് എന്താ? AV-1 ഡിവൈഡഡ് ബൈ AV ആണ്. സോ AV-1 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു AV ആണ്. സോ ഇവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമുക്ക് ഓൾമോസ്റ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ വി വിൽ ബി ഗെറ്റിംഗ് C2 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു C mu. C2 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു C mu എന്ന് നമുക്ക് കിട്ടുന്നു. ഓക്കെ, സോ നമ്മൾ മില്ലേഴ്സ് തിയറം ഔട്ട്പുട്ട് സൈഡിലേക്കും അപ്ലൈ ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ഒരു C mu എന്ന് പറയുന്ന കപ്പാസിറ്റൻസ് അതിനെ നമ്മൾ ഇൻപുട്ട് സൈഡിൽ C1 എന്ന് പറയുന്ന ഒരു കപ്പാസിറ്ററും ഔട്ട്പുട്ട് സൈഡിൽ ഒരു C2 എന്ന് പറയുന്ന കപ്പാസിറ്ററും ആയിട്ട് റീപ്ലേസ് ചെയ്തു. സോ നമ്മുടെ ഫിഗർ എങ്ങനെ നമുക്ക് ഇതായിരുന്നു നമ്മളെ ഒറിജിനൽ ഫിഗർ അല്ലേ? ഓക്കെ, ആ ഒരു ഫിഗറിനെ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? ഈ C mu ഒഴിവാക്കിയിട്ട് വി ക്യാൻ കൺവേർട്ട് ലൈക്ക് C muവിനെ നമ്മൾ ഒരു ഇൻപുട്ട് സൈഡിൽ അതായത് ബേസ് സൈഡിൽ ഒരു കപ്പാസിറ്റൻസ് C1 ആയിട്ടും ഔട്ട്പുട്ട് സൈഡ് അതായത് കലക്ടർ സൈഡിൽ നമ്മളൊരു കപ്പാസിറ്റർ C2 ആയിട്ട് റീപ്ലേസ് ചെയ്ത് ഇവിടെ വരച്ചു. ഓക്കെ, സോ ഈ ഒരു ഫിഗർ ഇപ്പം ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻപുട്ട് സൈഡിൽ എന്താ? ഒരു കപ്പാസിറ്റർ C5 ഉണ്ട്, ഒരു C1 ഉണ്ട് അല്ലേ? പാരലൽ കോമ്പിനേഷൻ ആണ്. സോ അതിന് ഞാനൊരു സിംഗിൾ കപ്പാസിറ്റർ ആയിട്ട് എടുക്കുകയാണ്. ഒരു Cin എന്ന് പറയുന്ന ഒരു സിംഗിൾ കപ്പാസിറ്റർ ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ Cin എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? C5 plus C1 കാരണം പാരലൽ കോമ്പിനേഷൻ ആണ്. അപ്പം ഡയറക്റ്റ് എഡിഷൻ ആണ് വരുന്നത്. അതായത് Cin എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് കപ്പാസിറ്റർ വിൽ ബി ഈക്വൽ ടു C5 plus C1. സിമിലർലി ഈ ഔട്ട്പുട്ട് കപ്പാസിറ്റൻസ് C2നെ ഞാൻ എന്തായിട്ട് എടുക്കുന്നു? CO ആയിട്ട് എടുക്കുന്നു. CO ഔട്ട്പുട്ടിലുള്ള കപ്പാസിറ്റൻസ് എന്ന് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി CO ആയിട്ടും ഇൻപുട്ടിലുള്ള കപ്പാസിറ്ററിനെ രണ്ട് കപ്പാസിറ്റർ ഉണ്ട് അതിന് കമ്പൈൻ ചെയ്തിട്ട് ഞാൻ C5 plus C1 എന്നുള്ളതിനെ Cin ആയിട്ടും എടുക്കുന്നു. ഓക്കെ, സോ നമ്മുടെ ഫിഗർ വീണ്ടും റീപ്ലേസ് ആയിട്ട് ഇങ്ങനെ വരും. അതായത് Cin ഈക്വൽ ഇവിടെ ഇൻപുട്ട് സൈഡിൽ ഒരു Cin വേറെ Cin ഈക്വൽ ടു C5 plus C1 ഔട്ട്പുട്ട് സൈഡിൽ C2 എന്ന് പറയുന്ന കപ്പാസിറ്ററിനെ ഞാൻ CO ആയിട്ട് എഴുതുന്നു. സോ നമ്മുടെ ഫിഗർ ഫൈനലി നമ്മൾ ഫിഗർ ഇങ്ങനെ നമ്മൾ മാറ്റി വരച്ചു. ഓക്കെ, സോ ഇതുവരെ വളരെ ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഇനി നമ്മൾ അനാലിസിസ് പാർട്ടിലേക്ക് പോവുകയാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെന്താ ഇവിടെയുള്ള ഇൻപുട്ട് സൈഡിൽ നിന്ന് ബേസിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് എന്ത്? ഇൻപുട്ട് റെസിസ്റ്റൻസ്. സോ ഇവിടുന്ന്
മീൻസ് എന്താ ഇൻപുട്ട് സൈഡിൽ നിന്ന് ബേസിലേക്ക് നോക്കുകയാണ്. അപ്പോൾ ഇവിടെയുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് എന്താ, ഒരു RB ഉണ്ട്, ഒരു RP ഉണ്ട്, രണ്ടും പാരലലാണ് അല്ലേ. സോ ഇൻപുട്ട് റെസിസ്റ്റൻസ് RI വിൽ ബി ഈക്വൽ ടു RB പാരലൽ RP. RB പാരലൽ RP അതാണ് ഇൻപുട്ട് റെസിസ്റ്റൻസ് RI. സോ ഇൻപുട്ട് റെസിസ്റ്റൻസ് നമുക്ക് കിട്ടി. ഓക്കെ, നൗ വോൾട്ടേജ് ഗെയിൻ കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, ഇപ്പൊ ഇവിടെയുള്ള വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, VO ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ VS. ഇവിടെയുള്ള ഇൻപുട്ടിൽ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് VO ഡിവൈഡഡ് ബൈ VS ആയിരിക്കും ഇവിടെയുള്ള വോൾട്ടേജ് ഗെയിൻ. അതായത് AV അല്ല, AVS. ഓക്കെ, സോ AVS വിൽ ബി ഈക്വൽ ടു Vout ഡിവൈഡഡ് ബൈ VS. അല്ലെങ്കിൽ VO ഡിവൈഡഡ് ബൈ VS എന്ന് നമുക്ക് വോൾട്ടേജ് ഗെയിൻ AVS-നെ നമുക്ക് എഴുതാൻ പറ്റും. സോ ഈ Vout ബൈ VS-നെ ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ്. ഓക്കെ, ഇൻ ടേംസ് ഓഫ് വിന്റെ ടേംസിൽ ഞാൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാണ്. അതായത് എനിക്കിങ്ങനെ എഴുതിക്കൂടെ, Vout ഡിവൈഡഡ് ബൈ Vin ഇൻറ്റു Vin ഡിവൈഡഡ് ബൈ VS. അതായത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും Vin കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ Vout ബൈ Vin ഇൻറ്റു Vin ബൈ VS എന്ന് എനിക്ക് എഴുതാം. ഇത് എന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ടോട്ടൽ ഫിഗറിനെ നമുക്ക് അതിൻ്റെ എഫക്റ്റ് ഓഫ് ഇൻപുട്ട് കപ്പാസിറ്റൻസും അതുപോലെ എഫക്റ്റ് ഓഫ് ഔട്ട്പുട്ട് കപ്പാസിറ്റൻസും വരുന്ന രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ, അതായത് Vin കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടോട്ടൽ സർക്യൂട്ടിനെ നമുക്ക് അതിൻ്റെ എഫക്റ്റ് ഓഫ് ഇൻപുട്ട് കപ്പാസിറ്റൻസും ഔട്ട്പുട്ട് കപ്പാസിറ്റൻസും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് അനാലിസിസ് ചെയ്തെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് ഇവിടെ കാണാം. സോ എന്താ AVS എന്ന് പറയുന്നത് എങ്ങനെ കിട്ടി, Vout ഡിവൈഡഡ് ബൈ Vin ഇൻറ്റു Vin ബൈ VS എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ക്ലിയർ അല്ലേ? ശ്രദ്ധിച്ചിരിക്കും കേട്ടോ. Vout ബൈ Vin ഇൻറ്റു Vin ബൈ VS എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി എന്താ, നമ്മൾ ഇതിൻ്റെ അകത്ത് ഓരോ പാർട്ടായിട്ട് കാണാം. ഒന്ന് നമ്മൾ Vin ബൈ VS-ഉം കാണും, ദെൻ ആഫ്റ്റർ ദാറ്റ് Vout ബൈ Vin-ഉം കാണും. ഓക്കെ, സോ Vin ബൈ VS എന്ന് പറഞ്ഞാൽ എന്താ, ഇൻപുട്ട് കപ്പാസിറ്റൻസിന്റെ എഫക്റ്റ് കാണിക്കും. Vout ബൈ Vin എന്ന് പറയുന്നത് എന്താ, ഔട്ട്പുട്ട് കപ്പാസിറ്റൻസിന്റെ എഫക്റ്റ് കാണിക്കും. സോ നമ്മൾ ആദ്യം എന്താ Vin ബൈ VS എങ്ങനെയാ കണ്ടുപിടിക്കുക എന്ന് കാണാൻ പോവാണ്. ഓക്കെ, സോ എഫക്റ്റ് ഓഫ് ഇൻപുട്ട് കപ്പാസിറ്റൻസ് കാണാൻ പോവാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ, RPi പാരലൽ RB ആയിരുന്നു അല്ലേ, RPi പാരലൽ RB. സോ RI എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് റെസിസ്റ്റൻസ് RI വിച്ച് വിൽ ബി ഈക്വൽ ടു RB പാരലൽ RPi എന്ന് ഞാൻ എടുക്കുകയാണ്. സോ എനിക്ക് ഇവിടെയുള്ള ഈ സർക്യൂട്ട് എനിക്ക് എങ്ങനെ വരക്കാൻ പറ്റും, ഇവിടെയുള്ള ഇൻപുട്ട് സൈഡിലുള്ള ഈ സർക്യൂട്ട് ഇപ്പം എനിക്ക് എങ്ങനെ വരക്കാൻ പറ്റും, അതായത് ഇവിടെ ഒരു VS ഉണ്ട്, ഓക്കെ, ഇവിടെ ഒരു RS ഉണ്ട്, RB-യും RPi-യും എന്താ, RB പാരലൽ RPi ഞാൻ RI എന്ന് എടുത്താണ്. സോ എന്താ, ഇവിടെ ഒരു RI ഉണ്ട്, അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് Vin ആണ്. ദെൻ ഇവിടെ ഒരു കപ്പാസിറ്റൻസ് Cin ഉണ്ട്. ഓക്കെ, സോ ഇതായിരിക്കും നമ്മുടെ ഇൻപുട്ട് സൈഡിലുള്ള സർക്യൂട്ട്. ഓക്കെ, സോ ഇവിടെ ഞാൻ വോൾട്ടേജ് ഡിവൈഡർ റൂൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, വോൾട്ടേജ് ഡിവൈഡർ അല്ല, വോൾട്ടേജ് ഡിവിഷൻ റൂൾ ഇവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ Vin എന്ന് പറയുന്ന വോൾട്ടേജ് എന്തായിരിക്കും, VS ഇൻറ്റു ഇവിടെയുള്ള ടോട്ടൽ ഇംപിഡൻസ്, ഇവിടെ ഈ ഒരു സൈഡിലുള്ള ഈ പാരലൽ കോമ്പിനേഷൻ ആയിട്ടുള്ള ടോട്ടൽ ഇംപിഡൻസ് ഡിവൈഡഡ് ബൈ ഈ ഒരു സർക്യൂട്ടിന്റെ ടോട്ടൽ ഇംപിഡൻസ് ആയിട്ട് എഴുതാൻ പറ്റും അല്ലേ. സോ വോൾട്ടേജ് ഡിവിഷൻ റൂൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് Vin എന്ന് പറയുന്ന റെസിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു, Vin എന്ന് പറയുന്ന വോൾട്ടേജ് വിൽ ബി ഈക്വൽ ടു ഇവിടെയുള്ള ടോട്ടൽ വോൾട്ടേജ് ആയ VS ഇൻറ്റു ഇവിടെയുള്ള ഇംപിഡൻസ് ഡിവൈഡഡ് ബൈ ഈ ഒരു സർക്യൂട്ടിലുള്ള ടോട്ടൽ ഇംപിഡൻസ്. ഓക്കെ, സോ ബൈ വോൾട്ടേജ് ഡിവിഷൻ റൂൾ Vin വിൽ ബി ഈക്വൽ ടു VS ടോട്ടൽ വോൾട്ടേജ് VS ഇൻറ്റു ഇവിടെയുള്ള ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ, RI പാരലൽ എന്താ 1/jωc അല്ലേ, ഇവിടെയുള്ള റിയാക്ഷൻ കപ്പാസിറ്റീവ് റിയാക്ടൻസ്, അതായത് 1/jωc ആയിരിക്കും ഇവിടെയുള്ള കപ്പാസിറ്റീവ് റിയാക്ടൻസ്. സോ VS ഇൻറ്റു ഇവിടെയുള്ള ടോട്ടൽ ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ RI പാരലൽ 1/jωc. വളരെ ശ്രദ്ധിക്കുക കേട്ടോ, ഇവിടെയുള്ള ടോട്ടൽ ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ RI പാരലൽ 1/jωc ഡിവൈഡഡ് ബൈ ഈ ഒരു സർക്യൂട്ടിലുള്ള ടോട്ടൽ ഇംപിഡൻസ്. ടോട്ടൽ ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ, RS പ്ലസ് ഈ ഒരു പാരലൽ കോമ്പിനേഷൻ RI പാരലൽ 1/jωc.
ഓക്കെ, സോ ഈ ഒരു കോമ്പിനേഷൻ എന്താണെന്നുള്ളത് നമുക്ക് കാണാം. RI പാരലൽ 1 ഡിവൈഡഡ് ബൈ ജെ ഒമേഗ സീൻ. സോ RI പാരലൽ 1 ഡിവൈഡഡ് ബൈ ജെ ഒമേഗ സീൻ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതെന്താ R1 പാരലൽ R2 എന്നുള്ള ഫോർമുലയിലാണ് ഉള്ളത് അല്ലേ. R1 പാരലൽ R2 എന്ന് പറഞ്ഞാൽ എന്താ R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ആണ്. ഓക്കെ, R1 R2 അതായത് R1 പാരലൽ R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതുക? R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 അല്ലേ. സോ അതേ ഒരു ഫോർമാറ്റിൽ ഇതിനെ ഞാൻ എഴുതുകയാണെങ്കിൽ R1 എന്ന് പറഞ്ഞത് RI ആണ്, R2 എന്ന് പറഞ്ഞാൽ എന്താ 1 ഡിവൈഡഡ് ബൈ ജെ ഒമേഗ സീൻ ആണ്. ഓക്കെ, അപ്പോൾ അതിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? RI ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ ജെ ഒമേഗ സീൻ ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 എന്ന് പകരം RI പ്ലസ് 1 ഡിവൈഡഡ് ബൈ ജെ ഒമേഗ സീൻ ആയിട്ട് എനിക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി എന്താ ഇതിന്റെ ഡിനോമിനേറ്റർ സൈഡിൽ നിങ്ങൾ നോക്കുക, സെയിം ഡിനോമിനേറ്റർ അതായത് ജെ ഒമേഗ സീൻ തന്നെ ആക്കുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? RI ഡിവൈഡഡ് ബൈ ജെ ഒമേഗ സീൻ, അതാണ് നമ്മളെ ന്യൂമറേറ്റർ. ഡിനോമിനേറ്ററിൽ സെയിം ഡിനോമിനേറ്റർ ആക്കുന്ന സമയത്ത് ഇവിടെ എന്താ RIനെ ജെ ഒമേഗ സീൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. ജെ ഒമേഗ RI സീൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ ജെ ഒമേഗ സീൻ എന്ന് കിട്ടും. അപ്പൊ എന്താ ഇവിടെ നമുക്ക് ഈ ജെ ഒമേഗ സീനും ഈ ജെ ഒമേഗ സീനും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അത് രണ്ടും ക്യാൻസൽ ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? RI പാരലൽ 1 ഡിവൈഡഡ് ബൈ ജെ ഒമേഗ സീൻ വിൽ ബി ഈക്വൽ ടു RI ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജെ ഒമേഗ RI സീൻ എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇത് നമുക്ക് കിട്ടി. ഫൈൻ. അപ്പോൾ ഈ കിട്ടിയ സാധനം വീണ്ടും എടുത്ത് ഇതാണ് RI പാരലൽ 1 ഡിവൈഡഡ് ബൈ ജെ ഒമേഗ സീൻ വിൽ ബി ഈക്വൽ ടു RI ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജെ ഒമേഗ RI സീൻ എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഓൾറെഡി നമുക്കറിയാം V ഈക്വൽ ടു VS ഇൻറ്റു RI. ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ആ സെയിം ഇക്വേഷൻ ഞാൻ ഇവിടെ എടുത്ത് എഴുതുകയാണ്. V ഈക്വൽ ടു VS ഇൻറ്റു RI പാരലൽ 1 ഡിവൈഡഡ് ബൈ ജെ ഒമേഗ സീൻ ഡിവൈഡഡ് ബൈ RS പ്ലസ് RI പാരലൽ 1 ഡിവൈഡഡ് ബൈ ജെ ഒമേഗ സീൻ. അപ്പോൾ എന്താ ഇവിടെ നിങ്ങൾക്ക് കാണാം, ന്യൂമറേറ്ററിൽ ഇവിടെയും ഡിനോമിനേറ്ററിൽ ഇവിടെയും ഈ ഒരു എന്താ ടേം ഉണ്ട്. ആ ഒരു ടേമിന് ഞാൻ RI ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജെ ഒമേഗ RI സീൻ ആയിട്ട് റീപ്ലേസ് ചെയ്ത് എഴുതുകയാണെങ്കിൽ എങ്ങനെ എനിക്ക് കിട്ടും? VS ഇൻറ്റു RI ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജെ ഒമേഗ RI സീൻ ഡിവൈഡഡ് ബൈ RS പ്ലസ് RI ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജെ ഒമേഗ RI സീൻ എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ഇനി എന്താ വീണ്ടും നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാണ്. സിംപ്ലിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ന്യൂമറേറ്റർ അതേപടി എടുത്ത് എഴുതി VS RI ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജെ ഒമേഗ RI സീൻ. ഡിനോമിനേറ്റർ ഇവിടെ സെയിം ആക്കുകയാണ്. ഡിനോമിനേറ്റർ സെയിം ആക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഈ RSനെ 1 പ്ലസ് ജെ ഒമേഗ RI സീൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ RS ഇൻറ്റു 1 പ്ലസ് ജെ ഒമേഗ RI സീൻ പ്ലസ് RI ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജെ ഒമേഗ RI സീൻ. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നേ ഉള്ളൂ. സിമ്പിൾ ആണ്, പക്ഷെ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ 1 പ്ലസ് ജെ ഒമേഗ RI സീനും 1 പ്ലസ് ജെ ഒമേഗ RI സീനും ക്യാൻസൽ ചെയ്ത് പോയി. ഓക്കെ, സോ നമുക്ക് ഇതിനെ എങ്ങനെ റീപ്ലേസ് ചെയ്ത് എഴുതാം? ന്യൂമറേറ്ററിൽ VS ഇൻറ്റു RI ഡിവൈഡഡ് ബൈ ഇവിടെ എന്താ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ RS പ്ലസ് ജെ ഒമേഗ RS RI സീൻ പ്ലസ് RI എന്ന് കിട്ടും. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷനിൽ ഞാൻ VS ഇൻറ്റു RI ഡിവൈഡഡ് ബൈ RI പ്ലസ് RS എന്ന് കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ VS ഇൻറ്റു RI ഡിവൈഡഡ് ബൈ RI പ്ലസ് RS എന്ന് കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എനിക്കിത് എങ്ങനെ എഴുതാം? 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജെ ഒമേഗ ഇൻറ്റു ഇവിടെ എന്താ ഈ ഒരു ടേമിൽ എന്താ RI പ്ലസ് RS ഇല്ലല്ലേ. അപ്പോൾ എന്താ അതിനെ RI പ്ലസ് RS ഡിവൈഡ് ചെയ്ത് എഴുതണം. അതായത് ജെ ഒമേഗ ഇൻറ്റു RI RS ഡിവൈഡഡ് ബൈ RI പ്ലസ് RS ഇൻറ്റു സീൻ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇത് എന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കുക, RI RS ഡിവൈഡഡ് ബൈ RI പ്ലസ് RS എന്നല്ലേ നമുക്ക് കിട്ടുന്നത്. അതെന്താണ്? നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞു R1 പാരലൽ R2 അല്ലേ. R1 പാരലൽ R2 എന്ന് എഴുതുകയാണെങ്കിൽ അതിനെ R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 എന്ന് എഴുതാം അല്ലേ. ഇപ്പൊ ഈ ഒരു ഫോർമാറ്റ് നോക്കൂ, RI RS ഡിവൈഡഡ് ബൈ RI പ്ലസ് RS. അപ്പൊ അതിന് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? RI പാരലൽ RS ആയിട്ട് എഴുതാലോ. RI പാരലൽ RS ആയിട്ട് എഴുതാൻ പറ്റില്ലേ. സോ V in by VS ഈക്വൽ ടു RI ഡിവൈഡഡ് ബൈ RI പ്ലസ് RS ഇൻറ്റു
1 divided by 1 plus j omega into ഈ ഒരു ടേമിനെ Ri parallel Rs ആയിട്ട് എനിക്ക് എഴുതാൻ പറ്റും. Ri parallel Rs into C. ഓക്കെ, സോ V in by Vs നമ്മൾ കണ്ടുപിടിച്ചു. ദിസ് ഈസ് ദ എഫക്ട് ഓഫ് ഇൻപുട്ട് കപ്പാസിറ്റൻസ്. നിങ്ങൾക്ക് കാണാം ഇൻപുട്ട് കപ്പാസിറ്റൻസ് സീൻ്റെ എഫക്റ്റ് വരുന്നുണ്ട്. ഓക്കെ, സോ V in by Vs നമ്മൾ കണ്ടുപിടിച്ചു, അത് അവിടെ വെക്കുക. ഓക്കെ, നൗ കമ്മിങ് ടു ദ എഫക്ട് ഓഫ് ഔട്ട്പുട്ട് കപ്പാസിറ്റൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ V in by Vs കണ്ടുപിടിച്ചു. ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? V0 by Vin കാണണം. V0 by Vin നമുക്ക് ഇവിടെ കാണണം. ഓക്കെ, സോ ഔട്ട്പുട്ട് സൈഡിൽ ഈ R0 പാരലൽ RC പാരലൽ RL എന്നുള്ളതിനെ ഞാൻ ക്യാപിറ്റൽ R0 ആയിട്ട് റീപ്ലേസ് ചെയ്യാണ്. ഓക്കെ, ഔട്ട്പുട്ട് സൈഡിലുള്ള ഈ റെസിസ്റ്റൻസ് 3 പാരലൽ റെസിസ്റ്റൻസിനെ ഞാൻ R0 ആയിട്ട് ക്യാപിറ്റൽ R0 ആയിട്ട് റീപ്ലേസ് ചെയ്തു. ഓക്കെ, സോ ഔട്ട്പുട്ട് സൈഡിൽ സർക്യൂട്ട് എങ്ങനെയപ്പം വരിക? ഔട്ട്പുട്ട് സൈഡിൽ സർക്യൂട്ട് എങ്ങനെ വരും? ഒരു C0 ഉണ്ടാവും, അതുപോലെ ഒരു R0 ഉണ്ടാവും. അതായത് ഒരു C0 എന്ന് പറയണ ഒരു കപ്പാസിറ്ററും R0 എന്ന് പറയണ ഒരു റെസിസ്റ്ററും ഉണ്ടാവും. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് V0 ഈക്വൽ ടു അവിടെയുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് ജി എം ഇൻറ്റു വി പൈ, കറണ്ട് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. സോ മൈനസ് ജി എം ഇൻറ്റു വി പൈ ഇൻറ്റു അവിടെയുള്ള ടോട്ടൽ ഇംപിഡൻസ്. ഇവിടെയുള്ള ടോട്ടൽ ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് 3 പാരലൽ കോമ്പിനേഷൻ ഞാൻ R0 ആയിട്ട് എടുത്തു, പിന്നെ അത് പാരലൽ ടു ദിസ് C0. സോ R0 പാരലൽ ഈ C0യുടെ റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ j omega C0 എന്ന് എഴുതാം. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് V0 ഈക്വൽ ടു മൈനസ് ജി എം ഇൻറ്റു വി പൈ ഇൻറ്റു R0 പാരലൽ 1 ഡിവൈഡഡ് ബൈ j omega C0 എന്ന് എനിക്ക് എഴുതാം. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു വി ഇൻ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു വി പൈ ആണ്. സോ നമ്മളിവിടെ V0 ബൈ വി ഇൻ കാണുന്ന സമയത്ത് എന്താ? നമുക്ക് മീൻസ് ഡിനോമിനേറ്ററിൽ വി ഇന് പകരം വി പൈ ആയിട്ട് റീപ്ലേസ് ചെയ്യാം. സോ ഇവിടെയുള്ള വി പൈയും ക്യാൻസൽ ചെയ്ത് പോകും. സോ വിൽ ബി ഗെറ്റിംഗ് V0 ബൈ വി ഇൻ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ജി എം ഇൻറ്റു R0 പാരലൽ 1 ഡിവൈഡഡ് ബൈ j omega C0 എന്ന് എഴുതാം. സോ ഇവിടെയുള്ള ഈ ഒരു പാരലൽ ടേമിനെ ഞാൻ മാറ്റിയതാണ്. ആ പാരലൽ ടേമിനെ ഞാൻ മാറ്റിയതി. അപ്പോൾ മാറ്റി എഴുതുന്ന സമയത്ത് എന്താ? ഇത് പാരലൽ കോമ്പിനേഷൻ ആകുമ്പോൾ എന്താ? R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റില്ലേ? അതുപോലെ ഇവിടെ എടുത്ത് എഴുതി R0 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ j omega C0 ഡിവൈഡഡ് ബൈ R0 പ്ലസ് 1 ഡിവൈഡഡ് ബൈ j omega C0 എന്ന് എടുത്ത് എഴുതി. ഓക്കെ, നൗ ഇനി എന്താ? ഇവിടെ എന്താ? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ സെയിം ആക്കുകയാണ്. ഓക്കെ, അപ്പോൾ ന്യൂമറേറ്റർ R0 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ j omega C0 ഡിവൈഡഡ് ബൈ ഇവിടെ എന്താ? R0നെ നമ്മൾ j omega C0 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. സോ j omega R0 C0 പ്ലസ് 1 ഡിവൈഡഡ് ബൈ j omega C0. j omega C0 ക്യാൻസൽ ആയി പോയി. ഓക്കെ, സോ വിൽ ബി ഗെറ്റിംഗ് R0 പാരലൽ 1 ഡിവൈഡഡ് ബൈ j omega C0 വിച്ച് ഇസ് ഈക്വൽ ടു R0 ഡിവൈഡഡ് ബൈ 1 പ്ലസ് j omega R0 C0 എന്ന് കിട്ടി. ഓക്കെ, നൗ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് V0 ബൈ വി ഇൻ എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് ജി എം ഇൻറ്റു R0 പാരലൽ 1 ഡിവൈഡഡ് ബൈ j omega R0 ആണ്. അത് ഇവിടെ എടുത്ത് എഴുതി. ഓക്കെ, സോ R0 പാരലൽ 1 ഡിവൈഡഡ് ബൈ j omega C0 എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടേം ആണ്. അത് ഇവിടെ റീപ്ലേസ് ചെയ്ത് എഴുതുമ്പോൾ V0 ബൈ വി ഇൻ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ജി എം ഇൻറ്റു R0 ഡിവൈഡഡ് ബൈ 1 പ്ലസ് j omega R0 C0 എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ഓക്കെ, so this is the effect of output capacitance in high frequency model. Okay, so നമ്മൾ ഇൻപുട്ട് കപ്പാസിറ്റൻസിന്റെ എഫക്റ്റും കണ്ടു, അതുപോലെ ഔട്ട്പുട്ട് കപ്പാസിറ്റൻസിന്റെ എഫക്റ്റും ഇവിടെ കണ്ടു. ഓക്കെ, നൗ വോൾട്ടേജ് ഗെയിൻ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. വോൾട്ടേജ് ഗെയിൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് കിട്ടിയ റിസൾട്ട്സ് എടുത്തെഴുതുക. വി ഇൻ ബൈ വി എസ് നമുക്ക് എഫക്ട് ഓഫ് ഇൻപുട്ട് കപ്പാസിറ്റൻസ് വി ഇൻ ബൈ വി എസ് ഈക്വൽ ടു ഈ ഒരു ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടിയത്. അത് ഇവിടെ എടുത്തതാണ്. ഓക്കെ, RI ഡിവൈഡഡ് ബൈ RI പ്ലസ് RS ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് j omega ഇൻറ്റു RI പാരലൽ RS ഇൻറ്റു C. അതെടുത്ത് എഴുതി. സിമിലർലി ഔട്ട്പുട്ട്
V0 output capacitance in effect V0 by Vin equal to minus Gm into R0 divided by 1 plus J omega R0 C0 ആണ്. അതും ഇവിടെ എടുത്തത് V0 by Vin which is equal to minus Gm into R0 divided by 1 plus J omega R0 C0. അതും എടുത്തത്. നമുക്കറിയാം AVS വോൾട്ടേജ് ഗെയിൻ AVS equal to V0 by Vs ആണ്. അതിനെയായിരുന്നു നമ്മൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് V0 by Vin into Vin by Vs എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയത്. നമുക്ക് ഓൾറെഡി V0 by Vin ഇവിടെ കിട്ടിയിട്ടുണ്ട്, Vin by Vs ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദിസ് ഈസ് ദ എഫക്ട് ഓഫ് ഇൻപുട്ട് കപ്പാസിറ്റൻസ് ആൻഡ് ദിസ് ഈസ് ദ എഫക്ട് ഓഫ് ഔട്ട്പുട്ട് കപ്പാസിറ്റൻസ്. സെയിം സംഭവം ഇവിടെ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്താ കിട്ടുക? AVS equal to V0 by Vin പകരം എന്താ മൈനസ് GM into R0 ഡിവൈഡഡ് ബൈ 1 പ്ലസ് J omega R0 C0 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ദെൻ Vin by Vs ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. RI ഡിവൈഡഡ് ബൈ RI പ്ലസ് RS ഇൻറ്റു 1 പ്ലസ് J omega RI പാരലൽ RS ഇൻറ്റു C സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതിയല്ലോ. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം റിയൽ പാർട്ട് പോലെ നിങ്ങൾക്ക് കാണുന്ന ടേംസ് നോക്കുക. മൈനസ് GM ഇൻറ്റു R0 ഇൻറ്റു RI ഡിവൈഡഡ് ബൈ RI പ്ലസ് RS. ഓക്കെ, അതിനെ നമ്മൾ ഒരു കോൺസ്റ്റന്റ് ടേം AM ആയിട്ട് റീപ്ലേസ് ചെയ്യാണ്. അതായത് മൈനസ് GM ഇൻറ്റു R0 ഇൻറ്റു RI ഡിവൈഡഡ് ബൈ RI പ്ലസ് RS. അതായത് അവിടെയുള്ള ഏകദേശം നമുക്ക് കാണുന്ന റിയൽ ടേംസിനെ നമ്മൾ AM ആയിട്ട് ഒരു കോൺസ്റ്റന്റ് AM ആയിട്ട് ഇവിടെ റീപ്ലേസ് ചെയ്തു. അപ്പം നമുക്ക് ഈ AVS എന്നുള്ളത് എങ്ങനെ കിട്ടും? AVS അതായത് വോൾട്ടേജ് ഗെയിൻ ഈസ് ഈക്വൽ ടു AM ഡിവൈഡഡ് ബൈ ഇവിടെ എന്താ ബാക്കി ഉണ്ടാവുക? ഒരു 1 പ്ലസ് J omega R0 C0 ഉണ്ട്. ഓക്കെ, അതുപോലെ 1 പ്ലസ് J omega RI പാരലൽ RS ഇൻറ്റു C ഉണ്ട്. സോ വോൾട്ടേജ് ഗെയിൻ AVS which is equal to AM divided by 1 plus J omega R0 C0 into 1 plus J omega RI parallel RS into Cin. Okay, whereas AM is a constant which is equal to minus GM into R0 RI divided by RI plus RS. Okay, so this is our voltage gain. Now we'll be expressing this voltage gain in terms of frequency. ആ സെയിം വോൾട്ടേജ് ഗെയിൻ ഇവിടെ എടുത്തെഴുതി. ആ ഒരു വോൾട്ടേജ് ഗെയിനെ നമ്മൾ ഫ്രീക്വൻസിയുടെ ടേംസിൽ എടുത്തെഴുതുകയാണെങ്കിൽ ഇതിനെ നമ്മൾ 1 and 2 ആയിട്ട് റീപ്ലേസ് ചെയ്യാണ്. ഒരു ഇൻപുട്ട് കപ്പാസിറ്റൻസിന്റെ എഫക്റ്റ് ഉള്ള ആ ടേമിനെ നമ്മൾ 1 ആയിട്ടും ഔട്ട്പുട്ട് കപ്പാസിറ്റൻസിന്റെ എഫക്റ്റ് ഉള്ള ആ ടേമിനെ 2 ആയിട്ടും റീപ്ലേസ് ചെയ്യാണ്. സോ ഈ 1 എടുത്ത് എഴുതുന്ന സമയത്ത്, അതായത് 1 എന്ന് പറഞ്ഞാൽ എന്താ? 1 പ്ലസ് J omega ഇൻറ്റു RI പാരലൽ RS ഇൻറ്റു Cin ആണ്. ഓക്കെ, ഈ ഒമേഗക്ക് പകരം എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 2πf അല്ലേ? ഒമേഗക്ക് പകരം 2πf സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് വിൽ ബി ഗെറ്റിംഗ് 1 പ്ലസ് J ഇൻറ്റു 2πf ഇൻറ്റു RI പാരലൽ RS ഇൻറ്റു Cin ആയിട്ട് എഴുതാം. ഓക്കെ, സോ ഇവിടെ ഇങ്ങനെ ഈ ഒരു ടേമിനെ ഞാൻ ഇങ്ങനെ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ 1 പ്ലസ് J ഇൻറ്റു F ബൈ FH1 എന്ന് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ FH1 എന്ന് പറയുന്നത് എന്തായിരിക്കും? FH1 വിൽ ബി ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു RI പാരലൽ RS ഇൻറ്റു Cin. 1 ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു RI പാരലൽ RS ഇൻറ്റു Cin ആയിരിക്കും ദിസ് FH1 അല്ലേ? ഈ FH1 ഇവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ടേമിനെ ഞാൻ എന്താക്കി റീപ്ലേസ് ചെയ്യുന്നു? 1 പ്ലസ് J ഇൻറ്റു F ബൈ FH1. അപ്പോൾ F ബൈ FH1 എന്ന് റീപ്ലേസ് ചെയ്യുമ്പോൾ എനിക്ക് ഈ ഒരു ടേം FH1 എന്ന് പറഞ്ഞ ടേം എന്ത് കിട്ടും? 1 ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു Rπ പാരലൽ RS ഇൻറ്റു Cin എന്ന് എനിക്ക് കിട്ടും. സോ ദിസ് ഈസ് ദ FH1 എന്ന് പറയുന്നത് ഒരു ഫ്രീക്വൻസിയാണ് വിച്ച് ഈസ് the cutoff frequency introduced by the input capacitor Cin. Cin എന്ന് പറയുന്ന ഇൻപുട്ട് കപ്പാസിറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസി ആണ് ഈ FH1 എന്ന് പറയുന്നത്. സോ ഈ 1 ആണ് നമ്മളിപ്പോൾ ഇങ്ങനെ എടുത്ത് എഴുതിയത് അല്ലേ? സിമിലർലി നമ്മൾ 2 എടുത്ത് തന്ന സമയത്ത് സെയിം സ്റ്റെപ്സ് തന്നെ 1 പ്ലസ് J omega R0 C0. ഓക്കെ, സോ ഒമേഗക്ക് പകരം 2πf റീപ്ലേസ് ചെയ്യാണ്. സോ എനിക്ക് എങ്ങനെ എഴുതാം? 1 പ്ലസ് J ഇൻറ്റു 2πf R0 C0 എന്ന് എനിക്ക് എഴുതാൻ പറ്റും. സോ അതിനെ ഞാൻ 1 പ്ലസ് J ഇൻറ്റു F ബൈ FH2 എന്ന് എഴുതുകയാണെങ്കിൽ വിൽ ബി ഗെറ്റിംഗ് ഫ്രീക്വൻസി FH2 വിൽ ബി ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു R0 C0 എന്ന് എനിക്ക് കിട്ടും. 1 ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു R0 C0 എന്ന് എനിക്ക് കിട്ടും. സോ FH2 എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ദ
cutoff frequency introduced by the output capacitor C0. C0 എന്ന് പറയുന്ന ഔട്ട്പുട്ട് കപ്പാസിറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസി ആയിരിക്കും ഈ FH2 എന്ന് പറയുന്നത്. ഓക്കെ, സോ ക്ലിയർ ആയല്ലോ. സോ എനിക്ക് AVS എന്ന് പറയുന്നത് ഇതായിരുന്നു നമ്മുടെ AVS എന്ന് പറയുന്നത്. അതെനിക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്ത് എഴുതാൻ പറ്റും? AVS will be equal to AM divided by 1 plus J into F by FH2. Okay, this is the cutoff frequency introduced by the output capacitor and into 1 plus J into F by FH1. FH1 എന്ന് പറഞ്ഞാൽ cutoff frequency introduced by the input capacitor. So this will be the voltage gain in terms of frequency component. Okay, whereas FH എന്ന് പറയുന്നത് cutoff frequency FH will be equal to 1 divided by square root of 1 divided by FH1 whole square plus 1 divided by FH2 whole square. അതായത് total cutoff frequency FH എന്ന് പറയുന്നത് will be equal to 1 divided by square root of 1 divided by FH1 square plus 1 divided by FH2 square. So this is all about the analysis of high frequency common emitter amplifier.